തിരുവനന്തപുരം പാലോട് സ്വദേശി ഇന്ദുജിയുടെ മരണം കൊലപാതകമാണെന്നാണ് കുടുംബം പറയുന്നത്. മകൾ നേരിട്ടത് ക്രൂരമായ മർദ്ദനമാണെന്നും കാണാൻ അനുവദിച്ചില്ല എന്നും പിതാവ് ശശിധരൻ കാണി പ്രതികരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മൃതദേഹത്തിൽ മർദ്ദനത്തിന്റെ പാടുകളുണ്ട്. സംഭവത്തിൽ ഇന്ദുജിയുടെ ഭർത്താവ് അഭിജിത്തിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. 3 മാസം മുൻപാണ് അഭിജിത്തിന്റെയും ഇന്ദുജിയുടെയും വിവാഹം കഴിഞ്ഞത്. ഞായറാഴ്ചയായിരുന്നു. വീട്ടിൽ വന്ന് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പോയി. അവൻ കാറിൽ വരികയും എൻ്റെ മോളെ കൊണ്ടുപോവുകയും ചെയ്യണേ. ഇടതുവശത്ത് മുറിപ്പാടുണ്ടായിരുന്നു. അവൻ ഉപദ്രവിച്ചതാണ്. എൻ്റെ കൂടെ പറഞ്ഞില്ല, എൻ്റെ മോൻ്റെ കൂടെ പറഞ്ഞ് അവൻ അടിച്ചതാണെന്ന് പറഞ്ഞു. അവൻ നിരന്തരം ഉപദ്രവമാണെന്ന് പറഞ്ഞു. മാരകമായ ഉപദ്രവം കൊണ്ടാണ് അവൻ കൊലപ്പെടുത്തിയത്. അഭിജിത്ത് അവൻ ഇളവട്ടം LPS സ്കൂളിൻ്റെ എതിർവശമെന്നാണ്. ജോലി എന്തായിരുന്നു അഭിജിത്തിന്? ജോലി നമ്മളെ അവിടെ അടുപ്പിക്കുകയും ഇല്ല. കല്യാണത്തിന് ശേഷം നിങ്ങൾ അച്ഛനും അമ്മയും അവിടെ വീട്ടിൽ അടുപ്പിക്കില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊന്നുകളയെന്നാണ് പറഞ്ഞത്. ഭീഷണിപ്പെടുത്തി. അരുൺ സോളമൻ വിവരങ്ങളുമായുണ്ട്. അരുൺ, ഇപ്പോൾ അഭിജിത്ത് പോലീസ് കസ്റ്റഡിയിലാണ്. പിതാവിന്റെ പ്രതികരണം നമ്മൾ രാവിലെ മുതൽ നൽകുകയാണ്. 3.5 മാസമേ ആയിട്ടേ ഉള്ളൂ ഈ വിവാഹം കഴിഞ്ഞിട്ട്. വിവാഹശേഷം മകളെ കാണാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണോ ഈ പിതാവ് പറയുന്നത്? പോലീസ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ടോ? എന്താണ് അഭിജിത്തിന്റെ മൊഴി? കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 അഭിജിത്തിന്റെ വീടായിട്ടുള്ള ഇളവട്ടത്ത് 1ാം നിലയിലെ ബെഡ്റൂമിൽ ജനലിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു ഇന്ദുജിയുടെ മൃതദേഹം കണ്ടത്. ഇവിടെ നിന്നും ഈ ഇന്ദുജിയെ തിരുവനന്തപുരത്തെ നെടുമങ്ങാടുള്ള ജില്ലാ ആശുപത്രിയിൽ അഭിജിത്ത് എത്തിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മൊഴി. അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴാണ് ഈ നിലയിൽ ഇന്ദുജിയെ കാണാനിടയായതും ഓൾട്ടോ കാറിൽ സുഹൃത്തിനൊപ്പം ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ വഴിമധ്യേ മരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ മൊഴി എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ പിതാവിന്റെ പരാതിയിൽ നെടുമങ്ങാട് പാലോട് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും കാട്ടാക്കട ഡിവൈഎസ്പി ഷിബു ആണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതല. അദ്ദേഹമാണ് ഇപ്പോൾ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ പ്രദേശത്തെ നിലവിലെ ചുമതല എന്ന് പറയുന്നത് നെടുമങ്ങാട് ഡിവൈഎസ്പിക്കാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണ് ഇപ്പോൾ കാട്ടാക്കട ഡിവൈഎസ്പി ഇപ്പോൾ കേസിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. നിലവിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ ഈ വീട്ടിൽ ഇളവട്ടത്തുള്ള അഭിജിത്തിന്റെ വീട്ടിൽ ഫോറൻസിക് സംഘം വന്ന് പരിശോധിച്ചതിന് ശേഷം അവർ 1 മണിയോടുകൂടി ഏകദേശം 1 മണിക്കൂർ പരിശോധന നീണ്ടുപോയിരുന്നു. നിലവിൽ അഭിജിത്തിന്റെ അമ്മ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ 3 മാസമായി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ കുടുംബം കടന്നുപോയതെന്നുള്ളതാണ് പ്രധാനമായും അഭിജിത്തിന്റെ അമ്മ അടക്കമുള്ള അദ്ദേഹത്തിന്റെ ബന്ധുക്കളടക്കമുള്ളവർ പ്രധാനമായും പങ്കുവെക്കുന്നത്. ഇവർക്കിടയിൽ എന്തു സംഭവിച്ചു എന്നുള്ളത് പ്രധാനമായും ആരും പറയുന്നില്ല എന്നുള്ളതാണ് സ്മൃതി ഇതിലെടുത്ത് കാണിക്കേണ്ടത്. നമുക്ക് പ്രധാനമായും ഈ അച്ഛൻ ശശിധരൻ കാണി പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ 3 മാസമായി ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ ഇന്ദുജിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് തിരിച്ച് ഈ ഇളവട്ടത്തുള്ള വീട്ടിലേക്ക് വരാനായിട്ടുള്ള ഒരു അനുവാദമോ അത്തരത്തിലൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നില്ല ഇവരുടേത്. പ്രധാനമായും ഈ അഭിജിത്ത് ഈ ഇന്ദുജിയുടെ അച്ഛനും അമ്മയുമായിട്ട് സൗഹൃദപരമായിട്ടുള്ളൊരു ഇടപാടായിരുന്നില്ല. പലപ്പോഴും ഇന്ദുജയ്ക്ക് വീട്ടിൽ പോകാനായിട്ട് അനുവാദം നൽകിയിരുന്നില്ല. ഈ ഒരാഴ്ചയ്ക്ക് മുന്നേ വീട്ടിൽ പോയി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ആ സമയമാണ് ഇന്ദുജിയുടെ ഈ കവിളത്ത് ചെവിയോട് ചേർന്നുള്ള ഒരു ഭാഗത്ത് ഒരു പാടുണ്ടായിരുന്നത്. മർദ്ദിച്ച പാടാണെന്നുള്ളതാണ് ഇന്ന് രാവിലെ റിപ്പോർട്ടറിനോട് ശശിധരൻ കാണി പറയുന്നത്. ഈ പ്രദേശത്തെ തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 40 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പ്രദേശത്ത്. വനമേഖലയായിട്ടുള്ള പാലോട് വനമേഖലയിലെ കൊന്തമൂട് എന്ന് പറയുന്ന സെറ്റിൽമെന്റിലെ താമസക്കാരാണ് ഇവർ. ദീർഘകാലമായിട്ടുള്ള ഇവിടുത്തെ ഊരുമൂപ്പന്റെ ചെറുമകളാണ് ഈ മരണപ്പെട്ട ഇന്ദുജ. ഏറെ സ്വപ്നങ്ങളുമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ BSc നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി തുടർന്ന് മുന്നോട്ട് പഠിക്കാൻ MSc പഠിക്കണം എന്നുള്ള സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് പഠിക്കാനായിട്ടുള്ള സാമ്പത്തികമില്ലാത്തതിനെ തുടർന്ന് പാലോടുള്ള ഒരു സ്വകാര്യ ലേബിലെ ജീവനക്കാരിയെ തുടരുമ്പോഴാണ് ഈ അഭിജിത്ത് ദേവ് എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്കിലെ ജീവനക്കാരിയായിട്ടുള്ള പൈങ്കിളിയുടെ മകനാണ് അഭിജിത്ത് ദേവുമായിട്ട് അടുക്കുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നത്. തുടർന്ന് 2 വർഷത്തോളം ആ പ്രണയം മുന്നോട്ട് പോകുന്നു. തുടർന്ന് കഴിഞ്ഞ 3 മാസത്തിനും ആഗസ്റ്റ് 5-ാം തീയതി ഇവർ ഇന്ദുജ ഈ കൊന്നമൂടുള്ള ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ വീട്ടുകാർ ഈ ശശിധരൻ കാണി പറയുന്ന പല കാര്യങ്ങളിലും പൊരുത്തക്കേടുണ്ട്. സ്വാഭാവികമായി ഒരു മകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇത്തരത്തിലൊരു പ്രണയമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി വീട്ടിലുള്ളവരോട് പങ്കുവെക്കും. എന്നാൽ ശശിധരൻ കാണി നമ്മളോട് പറയുന്നത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ പ്രണയമോ ഇത്തരത്തിലൊരു റിലേഷൻഷിപ്പോ ഉണ്ടോ എന്നുള്ള ഒരു കാര്യമൊന്നും വീട്ടുകാരോട് പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിലൊക്കെ ദുരൂഹതയുണ്ട്. ഈ പിതാവിനെ മകളെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. മർദ്ദനത്തിന്റെ പാടുകൾ പെൺകുട്ടിയുടെ ദേഹത്ത് കണ്ടിട്ടുണ്ട് എന്നതിന്റെ തെളിവുകളും പുറത്തുവരികയാണ്. ഏതായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. ഭർത്താവ് അഭിജിത്ത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുമാണ്.